സംസ്ഥാനത്ത് രണ്ടിടങ്ങളിലായി കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ 3 പേർ മരണപ്പെട്ടു. എരുമേലിയിൽ 2 പേരും കൊല്ലത്ത് ഒരാളുമാണ് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. എരുമേലിയിൽ ജനങ്ങൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി ഗതാഗതം തടഞ്ഞു. ഏറെ നേരം സംഘർഷാവസ്ഥ സംജാതമായി. വന്യമൃഗശല്യത്തിനെതിരായി നിയമനിർമ്മാണത്തിന് സർക്കാർ തയ്യാറായിട്ടില്ലെങ്കിൽ ശക്തമായ സമരം ആരംഭിക്കുമെന്ന് PC ജോർജ് വ്യക്തമാക്കി. എരുമേലി കണമല അട്ടിവളവിന് സമീപമാണ് കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടായത്. തുണ്ടിയിൽ ചാക്കോച്ചൻ, പ്ലാവിനാകുഴിയിൽ തോമസ് എന്നിവരാണ് മരിച്ചത്. വീട്ടിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു 70-കാരനായ ചാക്കോച്ചന് നേരെ ആക്രമണം ഉണ്ടായത്. റബ്ബർ തോട്ടത്തിൽ വെച്ചായിരുന്നു 60 വയസ്സുള്ള തോമസിന് നേരെ ആക്രമണം ഉണ്ടായത്. സംഭവത്തിൽ വനപാലകർക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. വന്യമൃഗശല്യത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജനങ്ങൾ റോഡ് ഗതാഗതം തടഞ്ഞത് സംഘർഷത്തിന് ഇടയാക്കി. പഞ്ചായത്ത് അംഗമടക്കമുള്ളവരുടെ നേതൃത്വത്തിലായിരുന്നു റോഡ് ഉപരോധം. അതേസമയം കൊല്ലത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പ്രവാസി മരിച്ചു. ആയൂർ, പെരിങ്ങള്ളൂർ, കൊടിഞ്ഞൽ, കുന്നുവിള വീട്ടിൽ സാമുവൽ വർഗീസാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് സാമുവൽ ദുബായിൽ നിന്ന് നാട്ടിലെത്തിയത്. ഇന്ന് രാവിലെ വീടിനോട് ചേർന്ന റബ്ബർ തോട്ടത്തിൽ നിൽക്കുമ്പോൾ സാമുവലിനെ കാട്ടുപോത്ത് പിന്നിൽ നിന്ന് ആക്രമിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സാമുവലിനെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വനമേഖലയല്ലാത്ത പ്രദേശത്ത് കാട്ടുപോത്ത് വന്നത് ആശങ്കയുണ്ടാക്കിയിരിക്കുകയാണ്. കാട്ടുപോത്തിനെ പിന്നീട് ചത്ത നിലയിൽ കണ്ടെത്തി. ചാലക്കുടി മേലൂരിലെ ജനവാസ മേഖലയിലും കാട്ടുപോത്ത് ഇറങ്ങി. നാട്ടുകാർ ബഹളം വെച്ച് കാട്ടുപോത്തിനെ ഓടിക്കുകയായിരുന്നു. ഇതോടെ പ്രദേശവാസികൾ ഭീതിയിലായിരിക്കുകയാണ്. സംസ്ഥാനത്തൊട്ടാകെ വന്യമൃഗശല്യം വർദ്ധിക്കുമ്പോഴും വേണ്ട നടപടികൾ സ്വീകരിക്കാത്ത സർക്കാർ നിലപാടിനെതിരെ വിമർശനമുയർന്നിരിക്കുകയാണ്. മരണപ്പെട്ടവർക്ക് അടിയന്തര ധനസഹായം നൽകണമെന്നും വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാൻ ഫലപ്രദമായ നിയമനിർമ്മാണം നടത്തിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും PC ജോർജ് ഷെക്കേന ന്യൂസിനോട് വ്യക്തമാക്കി. 2 ജീവൻ നഷ്ടപ്പെട്ടിരിക്കുക. ഇപ്പോഴത്തെ നമ്മൾ ചർച്ച ചെയ്ത പ്രശ്നം ഈ കാട്ടുപോത്ത് ഉൾപ്പെടെയുള്ള ഇപ്പൊ ആക്രമണം, കാട്ടുപോത്ത്, കാട്ടാന, പുലി, സിംഹം, ഇതിന്റെ എല്ലാ ആക്രമണം മനുഷ്യൻ നേരിടുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട പറഞ്ഞ 840 ഈ വർഷം ഈ മൃഗങ്ങളുടെ ആക്രമണത്തോട് കൊലയപ്പെട്ടിട്ടുണ്ട്. എന്ത് പരിഹാരം? ഒരു മനുഷ്യ ജീവൻ നമുക്ക് ആർക്കും ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ഒന്ന് ആലോചിച്ച് ആ ജീവൻ നഷ്ടപ്പെട്ട എങ്ങനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരും? ഇത് ചോദിക്കാൻ ഡോക്ടറെ കൊല ചെയ്യപ്പെട്ട ഒരു ചെറുപ്പക്കാരി എത്രയോ വേദനിക്കുന്ന അനുഭവമായിരുന്നു. ആ ദുഃഖത്തിൽ 2 ദിവസം കൊണ്ട് ഓർഡിനൻസ് ഇറക്കി ഗവൺമെന്റ് ആയത്. അപ്പൊ വേണമെങ്കിൽ ആക്ട് ചെയ്യാൻ അറിയാവുന്ന ഒരു ഗവൺമെന്റാണ്. ഇത് കൃഷിക്കാരൻ കുത്തുകൊണ്ട് ആനയുടെയും കാട്ടുപോത്തിനും കുത്തുകൊണ്ട് പിടിച്ചാൽ അതിനെ തടയാനായിട്ട് അവരെ സംരക്ഷിക്കാനുള്ള ഒരു നിയമം ഉണ്ടാക്കുന്നതിനെ പറ്റി ഇതുവരെ ഗവൺമെന്റ് ആലോചിച്ചില്ലല്ലോ. അതെന്താ ആലോചിക്കാത്തത്? അതേസമയം കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടായ 3ഇടത്തും പ്രത്യേക സ്ക്വാഡിനെ നിയോഗിക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി വ്യക്തമാക്കി. ഷെക്കേന ന്യൂസ്, കോട്ടയം.